നമ്മുടെ പുതിയൊരു ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. ചോരയുടെ കൊണ്ട് അച്ഛന്റെ ഇന്റർ വെച്ച് നാളെ തൊട്ട് ഇച്ചിരി ശക്തി കുറയ്ക്കുക. ഹലോ ഗൈസ്. ഇല്ല ആദ്യമായിട്ട് അങ്ങനെ എപ്പോഴെപ്പോഴും ഞെട്ടൊന്നും നമ്മളെ കിട്ടത്തില്ല. അല്ലേ അമ്പൂട്ടാ? ഇന്ന് അമ്പൂട്ടനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ചലഞ്ചാണ്. മൃദുലയുടെ കുക്കറ ബുദ്ധി തോന്നിയ ചലഞ്ചാണ്. എന്ത് സംഭവം എന്തുവാ? ഇന്ന് ഞാൻ ഏട്ടന്റെ നോളജ് പരീക്ഷിക്കാൻ പോവാ. എന്നാ തീർന്നു. ഇന്ന ചലഞ്ച് നോളജ് ആണോ? നോളജോ? ഫീമെയിൽ പ്രൊഡക്ട്സ് ആണെങ്കിൽ എനിക്ക് എല്ലാം അറിയാം. കണ്ടതാ ഞാൻ. ബേബി പ്രൊഡക്ട്സ്. അതെ ഗൈസ്, ഗസ് ദ ബേബി പ്രൊഡക്റ്റ്. അമ്പൂട്ടാ അച്ഛൻ ജയിക്കുമല്ലോ അല്ലേ? കൊറേ സാധനങ്ങളൊക്കെ ഏട്ടൻ അറിയാം. ഇപ്പൊ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കേണ്ടതും കണ്ടാലൊക്കെ അറിയാലോ. എനിക്ക് അറിയാവുന്ന സാധനം കണ്ടറിയാവുന്ന അറിയാലേ അമ്പൂട്ടാ? അച്ഛൻ അറിഞ്ഞൂടെ? മക്കൾക്ക് ഡൈപ്പർ അച്ചിട്ട് വരും. അമ്മമാർക്ക് എല്ലാ കുഞ്ഞുങ്ങളുടെ പ്രോഡക്ട്സ് എല്ലാം അറിയാം. അവർക്ക് അതിനെപ്പറ്റി എല്ലാ ധാരണയുണ്ട്. പക്ഷെ നമ്മള് അച്ഛന്മാരും അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ. അപ്പൊ അതുകൊണ്ട് വീട്ടിലെ എല്ലാ ഭർത്താക്കന്മാരെ പോവാതെ പിടിച്ചിരുത്തിയിട്ട് നിങ്ങൾ ഇത് കാണിക്കണം. കാരണം എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം. ഇല്ലേ മുതലേ? ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കെല്ലാം അത് വേണം. ഇങ്ങനെ ഇരുത്തുന്നോണ്ട് പ്രോബ്ലം ഇല്ലല്ലോ. ഇല്ല, ഇങ്ങനെ വേണം ഇരുത്താൻ. ഇങ്ങനെ എടുക്കുന്നത് ആ പിള്ളേർക്ക് നല്ലത്. അവർ ബാക്ക് സപ്പോർട്ടും ഉണ്ട്. ഹെഡിന് അങ്ങനെ ചാരി ഇരിക്കുകയാണ്, ലെഗിനും. അവന് കുണം വരും കേട്ടോ. തോന്നും ഉമ്മ വെച്ചാ അതാണ്ടേ മീശ കുത്തിയതാ. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇത് കുഞ്ഞിന്റെ ഹെഡ് നോട്ട് മൂവർ. ഹെഡ് നോട്ട് മൂവർ. ആനെ കൂടെ ബൈ 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 ബൈ. ടാറ്റ പറ. ഫുൾ ടൈം ആക്റ്റീവ് ആണ് ഇപ്പൊ അങ്ങനെ ഉറക്കം അങ്ങനെ ഫുൾ ടൈം ആക്റ്റീവ് ആണ്. നമ്മളോട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ബാക്ക് ടു ചലഞ്ച്. ഈ സാധനങ്ങളൊന്നും ഇല്ലാതെയും കുഞ്ഞുങ്ങൾ വളരുന്നുണ്ട്. വളർത്താം നമുക്ക്. എന്നാലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം. പിന്നെ ചിലർ അഡ്വാൻസ്ഡ് ആയിട്ട് കുറെ കാര്യങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നുണ്ടല്ലോ. നമ്മളങ്ങനെ ഒരുപാട് അങ്ങനെയൊന്നും വാങ്ങിച്ചു കൂട്ടിയിട്ടൊന്നുമില്ല. ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇതെനിക്കറിയാം. അത് കുഞ്ഞുങ്ങളെ തല അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവാതെ സെന്ററിൽ ഇരുത്തിയിട്ട് കിടന്ന് ഉറങ്ങുന്ന സാധനം. ബേബി പില്ലോ. അമ്മയാണല്ലേ ബേബി പില്ലോ. ഐ നോ ദാറ്റ്. ബേബി പില്ലോ ആണ്. പക്ഷെ ഇതിലൊരു ചേഞ്ച് എന്താന്ന് വെച്ചാൽ ഈ നടുക്കുണ്ടല്ലോ, അവിടെ മൊത്തം കടുക് നിറച്ചേക്കുക. മസ്റ്റാർഡ് പില്ലോ എന്നാ ഇതിന് പറയാം. മസ്റ്റാർഡ് പില്ലോ. വേണ്ടേ? ഈ സാധനം മൊത്തം കടുക. എന്തിനാന്ന് വെച്ചാ ഫ്ലാറ്റ് ഹെഡ് സിൻഡ്രോം തടയാൻ വേണ്ടി. ഷേപ്പ് കറക്റ്റ് എത്രയാലേ ഫ്ലാറ്റ് കിടന്നാലും കുഞ്ഞിന്റെ ബാക്ക് ഫ്ലാറ്റ് ആവും. ഇപ്പൊ ഇവന്റെ ഹെഡ് നോക്കിയാൽ മതി, ബാക്കിൽ ചെറിയൊരു ഫ്ലാറ്റ് ഉണ്ട്. പക്ഷെ അത് അറിയത്തൊന്നുമില്ല. എന്നാലും ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലാറ്റ് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഉണ്ട്. പക്ഷെ ഫുൾ ആ ഒരു റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കടുകിന്റെ മണ്ടയിലാകുമ്പോ ഇങ്ങനെ കുഴിഞ്ഞ്. നാളെ അവന് 1 കിലോ കടുക് മസ്റ്റാർഡ് ബക്കറ്റ്. നമുക്ക് ബക്കറ്റ് ഞാൻ പറഞ്ഞു. സെക്കൻഡ് പ്രോഡക്റ്റ്. ഇത് തറ കിടത്തുന്ന ഷീറ്റ്. ഡ്രൈ ഷീറ്റ്. സിമ്പിൾ. ആദ്യം പോട്ട് പാവല്ലേ. സിമ്പിൾ പോട്ട്. തേർഡ് പ്രോഡക്റ്റ്. ഇത് ഇങ്ങനെ ആവുന്ന സാധനം. ബേബി ജമ്പറോ എന്നാ ബമ്പർ. ഇതിന്റെ പേരെന്താ എനിക്ക് അറിയാം. പക്ഷെ ഇത് ഓട്ടോമാറ്റിക് ആണ്. കണ്ടോ റിമോട്ട്. പക്ഷെ ഇത് നമ്മളിപ്പോ ഷോപ്പിൽ പോയപ്പോ വാങ്ങിക്കാൻ നോക്കിയേ. പക്ഷെ അതിൽ കിടക്കുമ്പോൾ ഓൾറെഡി അവന്റെ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു 1 മാസം തൊട്ടേ അതിൽ കിടത്തണമായിരുന്നു. ഇനിയിപ്പോ ചിലപ്പോൾ അതിൽ നിന്ന് കിടക്കാനും കമന്ന് വീഴുന്ന സമയമുണ്ട് അതിൽ നിന്ന് മറിയാനും ബെൽറ്റ് ഒക്കെ ഉണ്ട്. അടുത്ത പ്രൊഡക്റ്റ്. ഇത് കുഞ്ഞ് അംഗൻവാടി പോകുമ്പോൾ മറ്റേ സ്ലേറ്റ് പെൻസിൽ അങ്ങനത്തെ ഷീറ്റാണ്. ഇത് തറ കിടത്തുന്നുണ്ട്. ഡ്രൈ ഷീറ്റ് അല്ല, ഡൈപ്പർ ചേഞ്ച് ഷീറ്റ് ആണ്. ഡൈപ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഷീറ്റ് ഉണ്ട്. അങ്ങനെ മാറ്റിയാ പോരെ അല്ലേ? ഡ്രൈ ഷീറ്റിനകത്ത് ആക്കിയ പോലെ. ഡൈപ്പർ ചേഞ്ച് ഷീറ്റ്. ഡൈപ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രം ഉള്ള ഷീറ്റ്. സത്യം പറഞ്ഞാൽ എന്താണെന്നറിയോ ഇതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാലേ, എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെ ആയിരിക്കും. ഒരു ഡൈപ്പർ ഇങ്ങോട്ട് മാറ്റി അടുത്ത ഡൈപ്പർ ഇങ്ങോട്ട് വെക്കുന്നതിന് മുന്നേ വായിലൊക്കെ ബെഡിനകത്ത് മാറ്റിയപ്പോഴാ അപ്പിയിട്ട്. അതുവരെ അപ്പിയിട്ടില്ല. ചിലപ്പോൾ പിള്ളേര് നമ്മൾ സത്യം പറഞ്ഞാൽ പ്രാർത്ഥിക്കും പിള്ളേർ അപ്പിയിടാൻ വേണ്ടി. ചിലപ്പോൾ 2 ദിവസവും 1.5 ദിവസമൊക്കെ അപ്പിയിടാതെ നോർമലാണ്. 3 ദിവസം വരെ അപ്പിയിടാതിരിക്കുന്നത് നോർമലാണ്. പ്രാർത്ഥിക്കും. അപ്പിയിടുമ്പോൾ സന്തോഷമാണ്. അയ്യോ എന്റെ കൊച്ചു അപ്പിയിട്ട്. കുഞ്ഞിന്ന് അപ്പിയിട്ട് ഇന്നലെ അപ്പിയിട്ടില്ല. ശരി അപ്പിയിടും. കുഞ്ഞ അപ്പി വരുമ്പോ ഇത്രയും സന്തോഷം. ഈ അപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ എന്തിനാണ്. ബേബി കാരിയർ.
അറിയായിരുന്നു, ഞാൻ വിചാരിച്ച ചേട്ടൻ ഇത് ഉടുപ്പെന്ന് പറയുന്നു. ഇല്ല ആരും ഇല്ലായിരുന്നു, അവൻ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും അവനെ നോക്കിയത് ഞാനാ ഒരു സമയത്ത്. മീൻസ് നമ്മളാ ഒരു സമയത്തല്ല ഇപ്പോഴും കാൽ ഇതിനകത്തോട്ട് കയറ്റി വെച്ചിട്ട് ഇത് ഉടുപ്പ് പോലെ അവന് സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവൂല. ഇത് അങ്ങനത്തെ ഒരു ഉപയോഗമുള്ള ഒരു സാധനം. അതുപോലെ ഹെഡ് സപ്പോർട്ട് ഇങ്ങോട്ടുണ്ട്. ഓ ഇതിന് ഏത് ചേഞ്ചറാ? ഇനി അവ രണ്ടാമത്തെ ദിവസം അപ്പിടുമ്പോൾ ഡൈപ്പർ ചേഞ്ചർ അല്ല, നിന്റെ അങ്ങനത്തേക്ക് ഒരു ഷേപ്പ്. നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? താഴെ കമന്റ് ചെയ്യും. നിങ്ങൾ ബർപ്പ് ചെയ്യുന്ന സമയത്ത് പാൽ കൊടുത്തു കഴിഞ്ഞ് ബർപ്പ് ചെയ്യണമല്ലോ. അതും ഡോക്ടർമാർ പറയുന്നത് 15 മിനിറ്റ് 20 മിനിറ്റ് മുതത്തിട്ട് തട്ടണമെന്നാ. ആ ബർപ്പ് ചെയ്യുന്ന സമയത്ത് ഗ്യാസിന്റെ കൂടെ ഇച്ചിരി പാലൂടെ പറ്റില്ല, കവിട്ടി എന്ന് പറയത്തില്ലേ എപ്പോഴും. ഇപ്പൊ ഏട്ടൻ ബർപ്പിങ് ഭയങ്കര വിശക്കുന്നു. അപ്പൊ മൃഗം തിരിഞ്ഞെടുക്കും, ഫീഡ് ചെയ്യും, ഞാൻ എടുക്കും, അടിക്കും, തട്ടും. അപ്പൊ തന്നെ ബർപ്പ് ചെയ്യും. അങ്ങനെ ബർപ്പ് ചെയ്യുന്ന സമയത്ത് അവൻ കുഞ്ഞു കവിട്ടുമല്ലോ. അങ്ങനെ അന്നേരം ഇവിടെ ഇങ്ങനെ വെക്കുന്നത്. ഇച്ചിരി അവന്റെ കവിട്ടിൽ ഇച്ചിരി എന്റെ ഉടുപ്പിലായെന്ന് പറഞ്ഞ പ്രശ്നവും ഇല്ല. ഇനി ഇത് വാങ്ങേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ കൊറേയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം. അങ്ങനെയല്ല നമുക്ക് എല്ലാം ഒന്ന് വാങ്ങിച്ച് കൂട്ടാൻ പറ്റത്തില്ല. നമുക്ക് അതിന് ക്ലോത്ത്സ് ഉണ്ട് തുടക്കാനൊക്കെ ആയിട്ട്. നിക്കർ ഡൈപ്പർ ഇത് പിന്നെ റീയൂസബിൾ ഡൈപ്പർ. അടി 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 ഓ കറക്റ്റ് വാക്ക് ഞാൻ പറഞ്ഞില്ല. റീയൂസബിൾ ഡൈപ്പറാണ് ഗയ്സ്. ബ്രസ്റ്റ് ബമ്പർ ആൻഡ് അതിന്റെ കൂടെ ഫീഡിംഗ് ബോട്ടിലും ഉണ്ട്. അതുകൂടെ കാണിക്കാൻ വേണ്ടിട്ട് വെച്ചാൽ ഏട്ടൻ എനിക്ക് വാങ്ങിച്ചു തന്നത് പമ്പർ മാത്രം, അതിന്റെ നിപ്പിൾ ഉണ്ടായിരുന്നില്ല. മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഏറ്റവും ക്വാളിറ്റി കൂടിയത്. കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന സാധനങ്ങളിൽ നമ്മൾ ഒരു ക്വാളിറ്റി കോംപ്രമൈസും ചെയ്യരുത്. ബോട്ടിൽ നല്ല പ്ലാസ്റ്റിക്, അതും അത് എഴുതിയിട്ടുണ്ട്. അത് നമ്മളെ ഞാൻ വാങ്ങിച്ചതെല്ലാം പുറത്തുനിന്നുള്ളതാണ്, ജർമ്മൻ മേഡ് അങ്ങനത്തെ സാധനം ഞാൻ വാങ്ങിച്ചത്. പക്ഷെ കുറച്ച് കോസ്റ്റ്ലിയാണ്, 1500 2000 ഒക്കെ ആവും ബോട്ടിലിന്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ബോട്ടിൽസ് യൂസ് ചെയ്യും. അതുമല്ല അത് എന്ത് ചെയ്യണമെന്ന് പറയുന്നത് സ്റ്റെറിലൈസ് ചെയ്യാനുള്ളതാണ്. സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ നമ്മൾ തിളച്ച വെള്ളത്തിൽ തിളപ്പിക്കുമ്പോൾ ചില പ്ലാസ്റ്റിക്കൊക്കെ ഉരുകി, അങ്ങനല്ല, നല്ല ഗുഡ് പ്ലാസ്റ്റിക് ഗുഡ് ആയിട്ടുള്ളത് തന്നെ വാങ്ങിക്കണം. നെക്സ്റ്റ് വൺ സ്പൂണാണ് സാധനം. കുറുക്കൊക്കെ കൊടുക്കുന്നതായിരിക്കും. സിലിക്കോൺ സ്റ്റീൽ പോലെ അവിടെ ഇവിടെ ഫ്യൂച്ചർ ഫാദർ ആൻഡ് മദർ ആവാവുന്നവർക്കും ഇപ്പം കുഞ്ഞുങ്ങളുള്ളവർക്കും. അതുകൊണ്ടാണ് ഞാൻ കുറെ അറിയാവുന്ന പ്രോഡക്ട്സ് എടുത്തേക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് പ്രഗ്നന്റ് ആയി കഴിഞ്ഞിട്ട് പോലും കുഞ്ഞ് ആവുന്നതിന്റെ തൊട്ട് സമയം പോലും ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എന്തിനോ ഒന്ന് ബാഗ് പാക്കിംഗ് ചലഞ്ചിൽ ഞാൻ പറയുന്നുണ്ട്, ഇതെന്തോ കുഞ്ഞിന് ഡയപ്പർ കാണാതെ വെക്കുന്ന സാധനമായിരിക്കുന്നു. പക്ഷെ അത് റീയൂസബിൾ ഡയപ്പർ ആയിരുന്നു. എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പോഴാണ് കുറെ കാര്യങ്ങൾ അറിയാവുന്നത്. ആഫ്റ്റർ നമ്മളൊരു പേരന്റ് ആയതിനു ശേഷം നമ്മുടെ ലൈഫിൽ ഭയങ്കര ചേഞ്ചസ് ആവും. അത് മെന്റലി ഫിസിക്കലി എല്ലാം നമ്മളെ ഓക്കെ ആവും. നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ക്ഷമ എന്നൊക്കെ പറയുന്ന സാധനം നമ്മൾ ഭയങ്കരമായിട്ട് പഠിക്കും. നമുക്ക് എല്ലാത്തിനും അവന്റെ പ്രയോറിറ്റി നമ്മൾ നോക്കിയിട്ടേ രണ്ടാമത് നമ്മളെ കാര്യങ്ങൾ നമ്മൾ നോക്കും. ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ അവൻ എങ്ങനെ ആയിരിക്കും അവിടെ, അത് കഴിഞ്ഞ് നമ്മൾ നോക്കത്തുള്ളൂ. നമ്മൾ അങ്ങനെ ആയിരിക്കും നമ്മുടെ ലൈഫ് അങ്ങോട്ട് ഫുള്ള് ഒരു പ്രായം വരെ അവനാവുന്നത് വരെ. മൃഗത്തെ മാത്രം അങ്ങനെ കാണിച്ചിട്ട് അങ്ങ് വലിയ ആളായാൽ മതിയല്ല. ഞാൻ ഒരു സാധനം കൂടെ കാണിച്ചു തരാം. ഞാൻ കുറച്ച് ടഫായിട്ടുള്ള സാധനം എടുത്തിരിക്കുന്നത്. ഞാൻ പറയാം. ഇതാ കുഞ്ഞിന്റെ സാധനങ്ങൾ സ്റ്റെറിലൈസ് ചെയ്യാനുള്ള മെഷീൻ. സാധനങ്ങളല്ല കുഞ്ഞു ബേബി ബോട്ടിലെ ബെസ്റ്റ് ബമ്പർ അതൊക്കെ. അയ്യോ ഗായ്സ് ഇവക്ക് അറിയാം കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ഞാൻ സാധനം എടുക്കാതെ, കാരണം ഇവക്ക് എല്ലാം അറിയായിരിക്കും. വലിയ ആളായി പോലും. അടുത്തത് മൗത്ത്. പിന്നെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഒറിജിനൽ അതിന് പേരുണ്ട്. ഞാൻ വാങ്ങിച്ച മൗത്ത് റിപ്ലർ. പക്ഷെ അവൻ വെക്കൂല, തുപ്പി ദൂരെ കളയും. അതിനൊരു പേര് പറയാല്ലേ, റിപ്ലറാ? എന്താ റിപ്ലറല്ലേ? അത് തന്നെ പെസിഫയർ. അയ്യോ ഇങ്ങനെ എത്ര കുഞ്ഞുങ്ങളായാലും പല്ലുണ്ടാവുന്നതിന്റെ ആ ഒരു ഇത് കളയാനും, അതെല്ലാം വയറ് നിറച്ച് പാല് കുടിച്ചാലേ വീണ്ടും കൈയും കൊണ്ട് പോവാൻ ഇങ്ങനെ കൊണ്ടുപോകും. കറക്റ്റ് ഇങ്ങനെ കൊണ്ടുപോകും. പക്ഷെ ഇത് നമ്മള് വെച്ചു കൊടുത്തേ ഇത് ബേബി ബാത്തർ. ഞാൻ വിചാരിച്ചായിട്ടും മനസ്സിലാവത്തില്ല. അതെങ്ങനെ മനസ്സിലായി? അത് ഞാൻ തൂക്കിട്ടേക്ക് കണ്ടപ്പോഴാ എനിക്ക് ഇതിന്റെ ഷേപ്പ് കണ്ടപ്പോൾ മനസ്സിലായി. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, ഓൾറെഡി ആമസോണിലൊക്കെ നോക്കിയിട്ടുണ്ട്. ആണോ? നമുക്കിത് വാങ്ങിക്കണം. അവന്റെ തല കുറച്ച് കഴിഞ്ഞ് എപ്പോഴും ആ സ്ലാവ ഇട്ട് കുളിപ്പിക്കാൻ പറ്റത്തില്ല. നെക്സ്റ്റ് വൺ. ഇത് ഏട്ടൻ പറയൂല. ജട്ടി. അവൻ 10ാം ക്ലാസ് ആവുമ്പോൾ ഇടാനുള്ള ജട്ടി.
10ാം ക്ലാസ് ആകുമ്പോഴോ ഹോണകം. ആ ഏകദേശം അതുപോലൊക്കെ തന്നെ സംഭവം. ചെറുക്കന് ഹോണകം ഇപ്പോഴേ. അയ്യോ ഹോണകം. ഫുഡ് കഴിക്കുമ്പോ പുറത്താവാതിരിക്കാൻ വേണ്ടി ഇവിടെ കിട്ടുന്നത് അല്ല. ശരി പറഞ്ഞിട്ട് ഇങ്ങനെയാണ് നമ്മൾ എക്സാമിന് കറക്റ്റ് ഉത്തരം എഴുതും, എന്നിട്ട് ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്ത് അത് വെട്ടി തെറ്റി. ഞാൻ പറഞ്ഞുതരാം, 2-3 ദിവസം നല്ല ഫുഡ് അടിച്ച് ഒന്ന് ചപ്പിടുമ്പോ നിറയാൻ വേണ്ടിയുള്ള അല്ല, ഡയപ്പറാണ് സംഭവം, പക്ഷെ മാജിക് ഡയപ്പറാണ്. ആന്തര സാധനം ഇടുന്ന സാധനം കാണൂല, വരട്ടോ മാജിക് ആയിട്ട്. അങ്ങനെയല്ല, ഇതില് മൂത്രം ഒഴിക്കുമ്പോ കളർ മാറും. അയ്യോ മാജിക്. മൂത്രം ഒഴിക്കുമ്പോ കളർ മാറും. അപ്പൊ നമുക്ക് മൂത്രം ഫിൽ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുള്ള് കളർ ചേഞ്ച് ആവും. അപ്പൊ നമുക്കത് മാറ്റാൻ സമയമായി എന്നറിയാം. അയ്യോ മൂത്രം ഒഴിക്കുമ്പോ ബട്ടർഫ്ലൈ ഡക്ക് വരും മൂത്രം ഒഴിക്കുമ്പോ. ഇച്ചിരി ഉള്ളെങ്കിൽ ചെറിയ ഡക്ക് വരത്തുള്ളൂ. ഇത് സാധനം കൊള്ളാം കേട്ടോ, കാരണം കുഞ്ഞുങ്ങൾ മൂത്രം ഒഴിച്ചോ അപ്പീട്ട വരും. അപ്പൊ അപ്പീട്ട ഏതാ വരുന്നേ? പുലി വരുമോ? സ്മെല്ല് വരും. അപ്പൊ എടുത്ത് മാറ്റിക്കോട്ടെ. അയ്യോ മണപ്പിച്ചോ. നമ്മളൊക്കെ എങ്ങനെ അപ്പിട്ടോ വന്നിട്ടില്ല മൃതലേ, അടച്ചു പോയി. മൃതലെ കൂടെ ഓപ്പൺ ചെയ്തില്ല, എന്തോ ഇല്ല നിധി തുറന്നു നോക്കുന്ന വന്നിട്ടില്ല. ചില സമയം നമുക്ക് തോന്നും സ്മെല്ല് പോലെ, പക്ഷെ അപ്പിട്ട് കാണത്തില്ല. അതങ്ങനെ അവക്ക് അവന് വിശക്കുമ്പോ എവള് പറയും നെഞ്ചിങ്ങനെ എനിക്ക് വേദനിക്കുന്നു. എനിക്ക് ആ കറക്റ്റ് ടൈം ആകുമ്പോ എനിക്ക് എന്താന്ന് പറഞ്ഞൂടാ, ആ ഒരു ആത്മബന്ധമാണേ. അവന് പല്ലിയിരിക്കുന്നു എന്തോ ആത്മബന്ധം കഴിച്ചതിന്റെ വലിയ ഡയലോഗ് അടിച്ചു വന്നത്. ആത്മബന്ധം അത് ശരിയാണോ? അവന് വിശക്കുമ്പോ എനിക്ക് അറിയാൻ പറ്റും. അപ്പം അതൊരു പുതിയ നല്ലൊരു ടെക്നോളജിയാണ്. അപ്പിടുമ്പം ഡക്ക് വരണം, മൂത്രം ഒഴിച്ചാ പുലി വരുന്നു. അല്ല, മൂത്രം ഒഴിച്ചാ ഡക്ക് വരും. ബാക്കിയുള്ളത് എന്താ അറിഞ്ഞൂടാ. ആരുടെ തലയാണെങ്കിൽ അത് വളരെ ഉപയോഗമുള്ള സാധനമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഓക്കെ, ഇത് കുഞ്ഞിന്റെ കഴുത്തൊക്കെ ചൊറച്ചു കഴിയുമ്പോൾ ഒരു ചാരി ഇരുന്ന് ഫീഡ് ചെയ്യാനുള്ള സാധനം. എനിക്ക് അന്നേരേ തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഈ പിക്ക് തന്നെ എടുത്തത്. ഫുഡായിട്ട് റിലേറ്റഡ് ആണോ? ഫുഡ് കുഞ്ഞിന് ഫുഡ് കൊടുക്കുന്ന റിലേറ്റഡാ? കാരണം ആണ്. ഫീഡബിൾ പില്ലോ. ഫീഡിംഗ് പില്ലോ. ഫീഡിംഗ് പില്ലോ. ഫീഡബിൾ ഫീഡിംഗ്. വേർഡ്സ് ഈസ് നോ അയ്മേ തന്താടാ മുതമ്മേ. നെക്സ്റ്റ് വൺ. തൈര് കടയുന്ന സാധനം എന്താണ് ഇത്? സ്റ്റെറിലൈസർ ആണെന്ന് തോന്നുന്നു. സ്റ്റെബിലൈസർ അല്ലല്ലേ, മിൽക്ക് ഫീഡ് ചെയ്ത്. ബെസ്റ്റ് ബമ്പർ. പക്ഷേ ഓട്ടോമാറ്റിക് ആണ്. അതുപോലെ നമുക്ക് ക്യാരി ചെയ്തുകൊണ്ടോ ജസ്റ്റ് നമ്മൾ വെച്ചിട്ട് പോയാലും ആരും അറിയത്തില്ല. സ്വിച്ച് ഓട്ടോമാറ്റിക് ഫിൽ ആവും. സ്വിച്ച് അല്ല, ഓൾറെഡി അതിനകത്ത് ബാറ്ററി ആയിരിക്കണം, എനിക്ക് അറിയാൻ വയ്യ. ഓൾറെഡി നമുക്ക് വെച്ചിട്ട് ഓട്ടോമാറ്റിക് ആണ്, വെച്ചോണ്ടൊക്കെ പോവാം. ഇതേട്ടൻ പറയത്തില്ല. കാണിക്കടേ ഒറിജിനല്ലേ? അല്ലല്ലേ, ഒറിജിനൽ പാസിഫയർ അല്ല അല്ല അല്ല. ആരും മയിലിന്റെ തലയെ കൊണ്ടല്ലോ. കളിപ്പാട്ടോ, ടോയ്, കുഞ്ഞുങ്ങളെ തൊട്ടിലൊക്കെ ഇട്ടാട്ടുന്ന അല്ല. എന്തെങ്കിലും ഉറക്കണേ. പിന്നെ സേഫ്റ്റി പിൻ. സാരി എടുത്ത് കലോത്സവത്തിന് പോകുന്ന സേഫ്റ്റി പിന്നും കുത്തിയിട്ട് കുഞ്ഞുങ്ങളുടെ സേഫ്റ്റി പിന്നാണ് എനിക്ക് പറഞ്ഞോണ്ട് ഞാൻ ഇങ്ങനെ കണ്ടപ്പോ യൂസ്ലെസ് പ്രോഡക്റ്റ് അതെ. ചൈൽഡ് പ്രൂഫ് സേഫ്റ്റി പിൻ. അയ്യേ, ചിലപ്പോ നീ കുത്താനായിരിക്കും. അടുത്ത കാണിക്കട്ടെ. ഇത് ക്ലീൻ ചെയ്യുന്ന അല്ല, ഞാൻ പറഞ്ഞുതരാം. സ്റ്റോർ, അവന്റെ സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്റ്റോർ. അല്ല, ഏകദേശം അങ്ങനെയൊക്കെയാണ്. ഇല്ല. ഫീഡിംഗ് ബോട്ടിൽ സ്റ്റോറേജർ. ഇത്രയും വലുതിലോ? അറിയത്തില്ല. ഡയപ്പർ എന്തിനാ സ്റ്റോർ ചെയ്ത്? വാടക എടുക്കൂലേ 2-3 ദിവസത്തെ വെക്കുമ്പോ. ഇതിനകത്ത് എന്ത് ടെക്നോളജി എന്നറിയോ? ഇതാണ്ടോ, ജസ്റ്റ് ഇങ്ങനെ വരും, എന്നിട്ട് ഇത് കട്ട് ചെയ്തിട്ട് ആ ഒരു പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ കൊണ്ട് നമുക്ക് അറിയാത്ത എന്തൊക്കെ ടെക്നോളജി പ്രോഡക്ട്സ് അവരുടെ തലയിൽ ഉദിക്കുന്നതാണേ ഡയപ്പർ. അതിൽ ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യാറ്, നമ്മൾ കവറിൽ കെട്ടി വെക്കത്തേ ഉള്ളൂ അല്ലേ? വിദേശത്തൊക്കെ ആൾക്കാരാണ് ഇങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നത്. ഇവിടെ വാങ്ങിക്കുന്നവരുണ്ടാവില്ല, നമുക്കറിയത്തില്ല കേട്ടോ. ഞാൻ ഇത് ആദ്യമായിട്ട് കേൾക്കണം. ഈ ഡയപ്പർ നമ്മളെ നിക്കറൊക്കെ ഇങ്ങനെ കഴിവാതെ ഇങ്ങനെ സൂക്ഷിച്ചൊക്കെയുള്ള എന്തെങ്കിലും ടെക്നോളജി ഉണ്ടോ? അങ്ങനെ ഇല്ല, നമുക്കൊന്നുമില്ല. 30 ദിവസം കുളിച്ചില്ലെങ്കിൽ നല്ല മണം വരുന്ന പെർഫ്യൂം ഒക്കെ വേണം. എന്തിനാ ഏട്ടൻ ഉപയോഗിക്കാൻ? എനിക്ക് നീ വിചാരിക്കും എനിക്ക് അറിയത്തില്ല, പക്ഷെ എനിക്ക് അറിയത്തില്ല. ഞാൻ വിചാരിച്ചു ഇപ്പൊ പറയുന്നു. പറ, അത് സാധനം കണ്ടെങ്കിലും പറ. ഇത് കുളിപ്പിക്കുമ്പോ ഇടുന്ന മാറ്റാ. ഞാൻ വിചാരിച്ച നൂലെന്നൊക്കെ പറയൂ. നൂലെന്ന് പറഞ്ഞില്ലല്ലോ. മാറ്റല്ല, കവർ, ഡിസ്പോസിബിൾ കവർ, സ്നഗ് അല്ല, ഡയപ്പർ ഇട്ട് കളയുന്ന കവർ.
മലക്കറിയൊക്കെ വാങ്ങാൻ നേരത്ത് കവർ കിട്ടും. അതൊന്ന് അതിനകത്തോട്ട് മാറ്റി ഇങ്ങനെ കെട്ടി വെക്കുക അല്ലേ? ഇതിനൊക്കെ വേണ്ടി ആയാലും കവർ വാങ്ങുക കഴിച്ചു. എന്തോന്ന് കഴിച്ചു ഇതൊക്കെ വാങ്ങിക്കണം, എനിക്ക് വേണ്ടിയുണ്ട്. ഇത് നിങ്ങളെ അല്ലേ കണ്ടെനിക്ക് വേറെന്തൊക്കെ തോന്നുന്നു. അവന്റെ നഖം വെട്ടിയിട്ട് തന്നെ തരുന്നതാണോ? അല്ല, ഇങ്ങനൊക്കെ തിങ്ക് ചെയ്യുന്ന നോക്കിയേ. മോയ്സ്ചറൈസർ ഒക്കെ തേച്ചിട്ട് ആര് അവൻ മോയ്സ്ചറൈസർ മേക്കപ്പ് ഇടുന്ന? അവൻ മോയ്സ്ചറൈസർ എടുത്തു. നീ അത് ലോഷനാ. അത് മോയ്സ്ചറൈസർ അല്ലേ? അതല്ല, അതല്ല. അതിന്റെ അകത്ത് എന്തോ ഇരിക്കുന്നതെങ്കിലും പറ. കരി ഇടുന്നതാണ്. അല്ല, തോറ്റാ. തോക്കാൻ മനസ്സില്ല. തോറ്റു പറ. ഇതിനകത്ത് കവറാ, ഈ ഡയപ്പറൊക്കെ ഇട്ട് കളയാൻ. ഞാൻ പറഞ്ഞു മലക്കറി വാങ്ങുന്ന കവർ കിട്ടും 50 പൈസയുടെ. അതിനകത്ത് കൊണ്ട് കളയാനുള്ള പ്രശ്നമുള്ളൂ. ഇത് അതിനകത്ത് ഇത് രണ്ട് ബാഗിൽ ഇങ്ങനെ കൊടുത്തിടാൻ പറ്റും. അയ്യോ ഇല്ല, ഇത് യൂസ്ഫുൾ ആ. കാരണം വേസ്റ്റ് ബിന്നിലൊക്കെ കൊണ്ടിടാൻ കവർ കെട്ടി കൊണ്ടിടാൻ വേണ്ടിട്ട്. നെക്സ്റ്റ് വൺ, ടൂത്ത് ബ്രഷ് അല്ലേ? ബേബി ടൂത്ത് ബ്രഷ്. ടൂത്ത് ബ്രഷ് ആണ് അല്ല, റാഷ് ബ്രഷ്. അവന് ചന്തിയൊക്കെ കഴിയുന്നേ അല്ല. നമ്മളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഡയപ്പർ വെക്കുമ്പോഴേ മാർക്ക് കാണുമല്ലോ, റാഷസ് വരുമല്ലോ, അത് ക്രീമിൽ തൊട്ട് അവിടെ തേക്കാൻ വേണ്ടിട്ട്. എന്നാ ചോദിക്കാൻ കൈ വെച്ചത്? ഈ കൈക്ക് ഒരു കുരുവില്ല. ഇതങ്ങോട്ട് വരക്കുക, അങ്ങോട്ട് തേക്കുക. അപ്പി കോരാനും ഈ കൈ, മൂത്രം കോരാനും ഈ കൈ, എന്ത് കോരാനും ഈ കൈ. എന്റെ കുഞ്ഞിന് സത്യം പറഞ്ഞാൽ ഇതുവരെ വരാതിരിക്കട്ടെ, അവന്റെ റാഷസ് ഒന്നും ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. അതുപോലെ നമ്മൾ അവന് എലാസ്റ്റിക്കിന്റെ എപ്പോഴും അതുപോലെ എപ്പോഴും വെച്ചു കൊടുക്കത്തില്ല. ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾ പറയും നമ്മള് വീഡിയോ കാണുമ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ വീട്ടിലുള്ളപ്പം അവന് മറ്റേ നമ്മള് റീയൂസബിൾ ടൈപ്പറാണ് അവൻ യൂസ് വെച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ കുറെ നേരം ഓപ്പൺ ആയിട്ടേക്കും. മറ്റേ നമ്മളെ മറ്റേ മാറ്റ് ഇട്ടിട്ട് അവനെ ഫ്രീ കളിക്കട്ടെ, ഫ്രീ ആയിട്ട്. അവിടെ കരയുന്ന ഒരാള്. ഇത് ആ ബ്രഷ്. ഏത് ബ്രഷ്? സോപ്പൊക്കെ ഇട്ട് തേച്ച് കുളിപ്പിക്കാനുള്ള ബ്രഷ്, ടൂത്ത് ബ്രഷ്. ഒരെണ്ണം കറക്റ്റ്. ഒരെണ്ണം എന്താ? ഒരെണ്ണം നഖമൊക്കെ ക്ലീൻ ചെയ്യാൻ. അല്ല ചന്തി അല്ല പക്കീശ അല്ല. ഇനി എന്തെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്യാനുള്ളതാണോ അത്? പല്ലിന്റെ കൂടെ വെച്ചേക്കുന്നെങ്കിൽ അപ്പൊ എന്തുവായിരിക്കും? പല്ലിന്റെ കൂടെ നാക്ക് വരും. നാക്ക് ടങ് ക്ലീനർ അല്ലേ? ഇതെന്ത് ഈ ഷേപ്പ് ഇരിക്കുന്നത്? ടങ് ക്ലീനർ വെച്ച കുഞ്ഞിന് നാക്ക് മുറിഞ്ഞു പോകത്തില്ലേ? ഇത് വെച്ചിട്ട് ഇങ്ങനെ ആക്കൂലേ? ഇത് വെച്ച് ഇങ്ങനെ ഓലക്കാലോ. ജസ്റ്റ് ഇതൊക്കെ സിലിക്കോണിന്റെ കുഞ്ഞുങ്ങൾക്ക് നോവത്തില്ല, യൂസ് ചെയ്യാൻ പറ്റുന്ന. കുഞ്ഞുങ്ങളുടെ നാക്കിൽ വെള്ളം കണ്ടിട്ടില്ലേ? അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് ചിലർ പറയും ക്ലീൻ ചെയ്യണ്ട, ചിലർ പറയും നനഞ്ഞ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ തുണി വെച്ച് തുടച്ച് കളയണം, വൃത്തിയാക്കണം എന്ന് പറയും. ചിലർ പറയും വൃത്തിയാക്കേണ്ടത് നാച്ചുറൽ പ്രോസസ്സാണ് പോകുന്നൊക്കെ. അതെ, എല്ലാം. അടുത്തത് കുറേ ഷീറ്റായി. ഇനി ഇതേതാ? കുഞ്ഞുങ്ങൾ 3-ാം ദിവസം 3 മണിക്ക് അപ്പിടുമ്പോൾ തുടയ്ക്കാൻ പറ്റുന്ന ടവൽ. അങ്ങനെ ഒരു ടവലുണ്ടോ? അതാണ് ഈ ടവൽ. അങ്ങനെ പറയുന്നു. പറ, എന്തെങ്കിലുമൊക്കെ പെക്യുലാരിറ്റി കാണും. അതിൽ അറിയാത്തവർ അറിയട്ടെ. എന്തുവാ വേട് പറഞ്ഞേ? ഞാൻ ഇനി പോട്ടെ. എന്റെ അടുത്തിരുന്ന് ഇമാതിരിയുള്ള ഇംഗ്ലീഷുകൾ പറയരുത്. എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയണം. നിങ്ങൾക്ക് മനസ്സിലാവണം. പെക്യുലാരിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക ഇല്ല. പെക്യുലാരിറ്റി നോക്കട്ടെ. ഡ്രൈ ഷീറ്റ്. തല കുഞ്ഞുങ്ങളെ തല തോർത്തണ്ടേ? നിങ്ങൾ തോർത്തണ്ടേ? ചന്തി അതുമല്ല. അല്ല, ചെറിയ ടവല്. ടവലെന്ന് ഞാൻ പറഞ്ഞല്ലോടി. ജസ്റ്റ് കർച്ചീഫ്, അവന് വേണ്ടിയുള്ള ഒരു ഹാൻഡ് കർച്ചീഫ്. ഇത് അവനെ അതിനകത്ത് കയറ്റിയിരുത്തി വലിച്ചോണ്ട് വലിക്കാറായില്ല. ഇത് അവനെ അപ്പി സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത്. ഇങ്ങനെ ബോക്സ് കണക്കിരിക്കുന്ന പിന്നെ കൊച്ചു അടച്ചു വെക്കാൻ പറ്റുമോ? ഇതെന്തൊരു പാടിത്. ഡയപ്പർ സൂക്ഷിച്ചു വെക്കുന്നതാണ്. അല്ല, അവന്റെ സോപ്പ് അങ്ങനെ സാധനങ്ങളൊക്കെ അടിക്കും. പിന്നെ എന്തോ ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്ന പറ. ട്രാവലിന് വൈപ്സ്, നമ്മൾ ഈ പാക്കറ്റ് വൈപ്സ് കൊണ്ടുപോകണ്ടല്ലോ, അതിൽ നിന്ന് 2-3 വൈപ്സ് എടുത്ത് ഈ സാധനത്തെ അടച്ചു വെച്ചിട്ട് കൊണ്ടുപോകാൻ. എനിക്കും ചെറിയ പാക്കറ്റ് വൈപ്സ് വെച്ചാൽ മതി. ഞാൻ ഒന്നും പറയുന്നില്ല, ഇതൊക്കെ യൂസ്ലെസ് ആണ്. വൈപ്സ് ആൾറെഡി കിട്ടുന്നത് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇതെന്ന് പറയുമ്പോൾ വലിച്ചെടുത്താൽ മതി. ഇനി അത് എല്ലാം കൂടി ഊരി ആ കയ്യിൽ അഴുക്ക് മൊത്തം ആ സാധനത്തിനകത്ത് അടാക്കി പിന്നെ അടുത്ത പെട്ടിയിൽ അടച്ചിട്ട് അതിൽ നിന്ന് എടുക്കണമെന്ന്. പ്രഷർ ഡ്രയർ അല്ല, കുഞ്ഞുങ്ങൾ മൂക്കി വെക്കുന്ന അല്ല. 3 സാധനം. മൂന്ന് സാധനം ഒരേ കണക്കാണ്. ഒരേ കണക്കായിരിക്കും, പക്ഷെ 3 സാധനം. ഞാനും ആദ്യം കാണുന്നു. ഓവർ ഫീഡിങ്, ഓവർ മിൽക്ക് വരുമ്പോൾ നിങ്ങളാണ് അറിയത്തെന്ന് ചോദിച്ചതാ.
ക്ഷമ തരൂ. പക്ഷെ സ്റ്റോറി ഉണ്ട്, അതിനകത്ത് സ്റ്റോറി വെച്ചിട്ട് ഫീലിംഗ് ബോർഡിൽ വയ്ക്കും. മുഖം കഴുകുന്നത്, അതായത് ഈ സാധനം ലിറ്റിൽ ഫേസ് കണ്ടോ, ഈ മഞ്ഞക്കകത്ത് ഫേസിന്റെ പടമുണ്ട്, അപ്പൊ മുഖം കഴുകുന്നത്. ഇതിനകത്ത് കാലിന്റെ പടമുണ്ട്, കാല് കഴുകുന്നത്. ഇതിനകത്ത് ചന്തിയുടെ പടമുണ്ട്. നെക്സ്റ്റ് വൺ ഇനി ഞാൻ പറയാം. കുഞ്ഞുങ്ങള് ഈ കടിക്കാറാവുമ്പം അവർക്ക് ഒരു തരിതരിപ്പ് വരും. അപ്പൊ അവരുടെ വായിൽ അത്രയും പറഞ്ഞില്ലേ, അപ്പൊ അതിന്റെ ആ പേര് കൂടെ പറയണം. പല്ല് എന്താ ഇംഗ്ലീഷ് പറയുന്നത്? ക്ലൂതരം. ആ, അപ്പൊ അത് വെച്ചിട്ടുണ്ട്. ടീത്ത് വാർപ്പർ, ടീത്ത് ബ്രേക്കർ. നീളത്തിൽ പോയി ചുരുക്കി പറ. ടീത്തർ. കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ നേരത്തെ ആവായിരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളിതിൽ എത്ര ശരിയാക്കി? താഴെ കമന്റ് ചെയ്യും. കുഞ്ഞുങ്ങളെ ടോയ് അല്ലേ? ടോയ് ആണോ? അല്ലല്ലേ, ടോയ് അല്ല, ഇതിനൊരു യൂസ് ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് അടി കൂടി കളിക്കാൻ അല്ല, അച്ഛയില്ലാത്തപ്പോ അല്ല, ബോട്ടിൽ മറച്ചു വെക്കുന്ന സാധനം, ഫീഡിങ് ബോട്ടിൽ. അങ്ങനത്തെ ഒരു ഗ്ലൗസ് ഉണ്ടായിരുന്നു. പില്ലോ ഇങ്ങനെ ഇറങ്ങാൻ, കുഞ്ഞുങ്ങളെ ചരിച്ച് കിടത്തി, അതായത് നമ്മൾ ഒരാളെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു ഫീല്. ഇപ്പൊ കുറെ സാധനങ്ങളുണ്ട് ഇങ്ങനെ റിമോട്ട് വെച്ചാക്കിയ തന്നെ അതിന്റെ ഒരു വിരൽ ഇങ്ങനെ ആവും. പറഞ്ഞാൽ ഞാൻ ഏട്ടന് ഒരു അവാർഡ് തരും. കുഞ്ഞുങ്ങൾക്ക് വിശക്കുമ്പം ഞെക്കാൻ അല്ല, അത് ജസ്റ്റ് അഡ്ജസ്റ്റബിളാ. എന്നുവെച്ചാൽ അതിന്റെ സൈസ് അനുസരിച്ച്, ഏതാന്ന് പറഞ്ഞാൽ തീർന്നു. എന്തിന്റെ സൈസ് അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന സാധനം. എന്റെ അല്ല, കുഞ്ഞുങ്ങളുടെയാ. അറിയത്തില്ല, തോറ്റ്. എന്റെ കൊച്ചത്തിന് റബ്ബർ വെട്ടാൻ പോന്നാ, രാവിലെ അവൻ റബ്ബർ വെട്ടാൻ പോന്ന ഇതിനകത്തിരുന്ന്. ഞാൻ പറഞ്ഞുതരാം, നമ്മള് റബ്ബറിന്റെ മണ്ടയില് റബ്ബറിന്റെ ചുറ്റി വെക്കില്ല, മഴവെള്ളം വീഴുമ്പോ റബ്ബർ പാലിനകത്ത് വീഴായിരിക്കാൻ. അതന്നെ യൂസ്. കുഞ്ഞുങ്ങളുടെ മുഖത്തോട്ട് തല കഴുകുന്ന, ഇപ്പൊ ഷാമ്പു ഒക്കെ ഇടുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, അത് മുഖത്തോട്ട് വീഴാതെ ചില പിള്ളേരെ തലയിൽ വെള്ളം ഒഴിച്ചാൽ വെള്ളം കുടിക്കും. ഇവനിങ്ങനെ നക്കാൻ നോക്കും, പക്ഷെ ഞാൻ കൊടുക്കൂല. ഇത് ഭയങ്കര യൂസ്ഫുൾ ഒരു സാധനം. ഇത് അപ്പൊ അത്രയുള്ള കാര്യം നമ്മുടെ ഗസ്റ്റ് ദ ബേബി പ്രോഡക്റ്റ് ചലഞ്ചിന്റെ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പൊ ഇതിൽ എത്ര നിങ്ങൾ പറഞ്ഞു എന്ന് താഴെ കമന്റ് ചെയ്യും. പിന്നെ അച്ഛനും അമ്മയും ആവാൻ പോകുന്നവർക്കും അച്ഛനും അമ്മയും ആയിട്ടുള്ളവർക്കും എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്ത് സുഹൃത്തുക്കളെ. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലുള്ള വരെ ബൈ. അമ്പൂട്ടന് ഇൻട്രോ പറയാതെ അച്ഛൻ ഇൻട്രോ പറയൂല. ഇൻട്രോ പറയടാ. വന്നിരിക്കുവോ അവൻ കുട്രീവ് വേഷത്തില് സ്വീറ്റ് എന്നൊക്കെ എഴുതിക്കൊണ്ട്. ഇയാള് സ്വീറ്റ് ആണെന്ന് ഇയാളങ്ങ് തീരുമാനിച്ചാൽ മതിയാ അമ്പൂട്ടാ? എന്നാ അമ്പൂട്ടനെ ഡിപ്പെൻഡ് ചെയ്തുള്ള ചലഞ്ചാണ്. പോരട്ട് വീഡിയോ കാണിക്കുന്ന സാധനങ്ങളെല്ലാം ഏട്ടാ അമ്പൂട്ടന് വാങ്ങിച്ചു കൊടുക്കണം. അപ്പം നേരെ വീട്ടിലോട്ട് പോവാം.